അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കും ഞാനും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ കേട്ടോ ഇടാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ ഇന്നത്തെ ദിവസം ഞാൻ പണിയെടുത്ത വീഡിയോ, ഉച്ചവരെയുള്ള പണി കേട്ടോ, അതാണ് ഞാൻ ഇടാൻ പോകുന്നത്. രാവിലെ എണീറ്റു, സുബഹിസ്കാരം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് എത്രയും സമയം കഴിഞ്ഞാൽ നമസ്കരിക്കുക അത്ര. അപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ പുറത്തിറങ്ങുക. എന്നിട്ടാണ് ചായയൊക്കെ വെച്ച് കുടിക്കുള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റതും വാല് തുറക്കണം. വാല് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഗേറ്റ് പൂട്ടിയിടും, അത് തുറക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ കയറുക. അടുക്കളേൻ്റെ അവിടെ വന്നിട്ട് പിന്നെ മിറ്റടിക്കാൻ പോകും കേട്ടോ. ചൂല് ബാക്കിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതെടുത്തിട്ട് മിറ്റടിക്കാൻ വരികയാണ്. ഞങ്ങളെ ഉമ്മറത്തെയും ഒരു തണൽമരമുണ്ട്, അതിൻ്റെ എപ്പോഴും ഇല ഗുണംകൊണ്ടിരുന്ന് കാണുന്നുണ്ടല്ലേ, ചെറിയ ഇല പീട പോലെ. അപ്പോൾ ദിവസം അടിച്ചു വരണം. മഴ പെയ്ത് അടിച്ചു തരില്ല, മഴ ഇല്ലെങ്കിൽ അടിച്ചു വരും. മഴയുള്ള ദിവസമൊന്നും അടിച്ചു വരാൻ പറ്റില്ല, കാരണം ചെറിയ നൈസ് ഇലയാണ്, അപ്പോൾ അത് പോവില്ല. അങ്ങനെ രാവിലെ അതൊരു മിറ്റടിക്കണ പണിയാണ്. കുറേ മിറ്റുണ്ട് അടിക്കാൻ. ആ ഇലയൊന്നും ഞാൻ കളയില്ല കേട്ടോ, അതൊക്കെ വാരിയിട്ട് ഒരു ഭാഗത്ത് കൂട്ടി വെക്കുന്നിട്ട് ചെടി നടുമ്പോൾ അലിക്കടിച്ചും കൊണ്ടിരിക്കുമ്പോഴാണ് നാളികേരം ഇടുന്ന ആളപ്പുറത്ത് വന്ന് നിൽക്കുന്നത്. തലേദിവസം ഉച്ചക്ക് വന്നു, അപ്പോൾ സമയമില്ല പറഞ്ഞിട്ട് പോയി. ഇന്നിടുന്നില്ല, നാളെ നേരത്തെ വരാൻ പറഞ്ഞു. സമയം 7:30 മണി കേട്ടോ. അപ്പോൾ നാളികേരടുന്ന ആൾ വന്നിട്ട് ഒരു മെഷീനിലാണ് നാളികേരം ഇടുക. അങ്ങനെ കീറുക. അപ്പോൾ നാളികേരടുന്ന ആൾ തെങ്ങുമ്പോൾ കയറാൻ നിൽക്കുകയാണ്. ഞാനപ്പോൾ ഒന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലത്തെ കാലിച്ചായ. ഒന്ന് അത് വെക്കട്ടെ പറഞ്ഞിട്ട് ചായ വെച്ചു. ചായ വെച്ചിട്ട് റസ്ക്കും ചായയാണ് രാവിലെ കഴിക്കുക. അത് ഞാൻ ദിവസം കഴിക്കും, റസ്കോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ. കാരണം മിറ്റടിച്ച് വന്നപ്പോൾ നല്ല വിശപ്പ്, പിന്നെ പലഹാരമാവണ്ടേ. അപ്പം ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ വേഗം നാളികേരം ചിലവായിരുന്നു കേട്ടോ. നാളികേരമൊക്കെ ചെറിയ കഴിച്ച് പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ച് പുട്ടുപൊടി ഉണ്ടാക്കുക. അപ്പോൾ തലേ ദിവസം തന്നെ വിചാരിച്ചു എന്താ നാളെ ഉണ്ടാക്കുകയെന്ന്. കാരണം തൊടിപ്പണിക്കാരുണ്ട്. തൊടിപ്പണിക്കാരൻ എൻ്റെ പാമ്പാടിയിൽ നിന്നാണ് വരുന്നത്, കുറേ ബസ്സിന് വരണം. അപ്പോൾ രാവിലത്തെ ചായയും കടി, ഉച്ചയ്ക്ക് ചോറും, വൈകുന്നേരത്തെ ചായയൊക്കെ കൊടുക്കണം. അപ്പോൾ എന്നാൽ തലേദിവസം തന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് കിട്ടും, എന്നിട്ട് അത് അടുപ്പത്ത് വെക്കുകയാണ്. ആ ചെറുപയറിൽ മല്ലി മുളകൊന്നും ഇടില്ല, വെറും പച്ചമുളകും വലിയ ഉള്ളി മാത്രം, പിന്നെ കരുവേപ്പില ഉപ്പിട്ടിട്ട് വേവിക്കുക. പിന്നെ അതിലേക്ക് നാളികേരം, ചെറിയ ഉള്ളി, പെരുംജീരകം അരച്ചിട്ട് ഒഴിക്കണം. അങ്ങനെ അത് അടുപ്പത്ത് വെപ്പ്. തലേദിവസം തുണികൾ തോരട്ടിയിരുന്നു കേട്ടോ. നല്ല മഴ ചാറാൻ തോന്നും. അപ്പം അങ്ങോട്ട് ഓടി തുണി എടുത്തേക്കട്ടെ വറുത്ത്. കുറേ തുണികൾ തലേദിവസം തന്നെ, നല്ല തലേദിവസം മഴ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം നോക്കുമ്പോൾ രാവിലെ മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ തൊടിയിൽ നിന്ന് പണിക്കാരൻ വന്നപ്പോഴേ കുറേ വിറക് കിട്ടി, ഉണക്ക വിറക്. അപ്പോൾ ഞാനത് എന്ത് കാട്ടി, ഒക്കെ വാരിയിട്ട് അടുക്കളൻ്റെ ഉമ്മർത്ത് കൊടുത്തിട്ടു. അത് നോക്കുമ്പോൾ നനയുന്ന കണ്ടപ്പോൾ വേഗം ടാർക്കും പിന്നെ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് അങ്ങനെ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നു കേട്ടോ. പണിക്കാരൻ പണിയെടുക്കേണ്ടത് വളപ്പിൽ. നാളികേരടുന്ന ആൾ തെങ്ങുമ്പോൾ കയറും, ഓരോരോ തെങ്ങിൽ കയറുന്നുണ്ട്. അത് കിടക്ക് പോയി നോക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മുടെ ചെറുപയർ വെന്തു. പിന്നെ അതിൽ നാളികേരം, ഞാൻ പറഞ്ഞ നാളികേരം അരച്ചത് അതിൽ ഒഴിക്കുകയും ചെയ്യണം. എന്നിട്ട് പിന്നെ അതിലേക്ക് കടുകും കരിവേപ്പിലിട്ട് വറുത്തിടുക. നിങ്ങളങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? വെള്ളക്കറി, ചെറുപയർ വെള്ളക്കറി നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ, മസാല ഒന്നും അധികം ഇടാതെ. അങ്ങ് നാളികേരത്തിൻ്റെ ആൾ തെങ്ങുമ്പോൾ ഇങ്ങനെ ഓരോരോ തെങ്ങിൽ കയറുന്നു. എല്ലാ തെങ്ങിലും കയറാൻ പറ്റില്ല, കാരണം കുരുമുളകാണ്. അപ്പോൾ കുരുമുളകില്ലാത്ത തെങ്ങിൽ മാത്രമേ കയറുള്ളൂ. എന്നാലും 3-4 തെങ്ങുണ്ട് കയറാൻ. അങ്ങനെ അതിലൊക്കെ കയറി. നാളികേരം പെറുക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അതൊന്നും അവർ ഇടുന്ന ആളതൊന്നും ചെയ്യില്ല, അത് നമ്മൾ തന്നെ പെറുക്കിയെടുക്കണം. അങ്ങനെ കോഴികളൊക്കെ വിട്ടു നാളികേരം ട്രല്ല് കഴിഞ്ഞപ്പോഴേ. പിന്നെ എൻ്റെ മോന് മേടിച്ചൊരു വളപ്പുണ്ട്, വേറൊരു വളപ്പ് റോഡിൻ്റെ അപ്പുറത്ത്. ഞങ്ങൾ വീട്ടിൽ നോക്കിയാൽ കാണും, അവിടെ തെങ്ങുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഇതാണ്ടോ വീട് കാണുന്നത്, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ആ വീട്
അപ്പോൾ അവിടെ നാളികേരം തെങ്ങുകൾ കുറേ ഉണ്ട്, 3-4 തെങ്ങുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നിറയെ കാടാണ്. അപ്പോൾ എനിക്ക് ഇടാൻ പറ്റില്ല പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു തെങ്ങ് കയറിയിട്ട് പോയി. അപ്പോൾ അവിടെ ചീനമുളക് ഉണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിച്ച് വന്നു കേട്ടോ. അങ്ങനെ തെങ്ങിൽ കയറുന്ന ആൾ കാശ് പിടിച്ചിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒക്കെ കഴിക്കായിരുന്നു. പുട്ടും ചെറുപഴമുണ്ട്, പിന്നെ ചെറുപയർ കറിയുണ്ട്. ഞാൻ ചെറുപയർ കഴിച്ച് കുറച്ച് ഒഴിച്ചു, ഒരു കഷ്ണം പുട്ട് പഴം കൂട്ടിയിട്ടും കഴിച്ചു. അപ്പോൾ തന്നെ ചായൻ്റെ ആൾ വന്നു, 10 മണിയാവാനായി. അപ്പോൾ പണിക്കാരൻ വന്നു, ചായക്ക് വന്നു. അപ്പോൾ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് പുട്ടും ചെറുപയർ കറി മൂപ്പർക്കും കൊടുത്തു. അങ്ങനെ അവരും കഴിച്ച്. ഞങ്ങളെല്ലാവരും കഴിച്ചപ്പോഴാണ് മഞ്ഞളിന് പിന്നെ വളരണം പറഞ്ഞു മൂപ്പര്. അപ്പോൾ ഞാനെന്നാൽ കൊന്നിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഞാനെന്ത് കെട്ടി 2-3 ബക്കറ്റ് കമ്പോസ്റ്റ് എടുത്തിട്ട് മഞ്ഞളിന് മണ്ണിട്ട് ഉണക്കുന്നതിൻ്റെ മുമ്പേ അതിലിടാതും വിചാരിച്ചു 2-3 ബക്കറ്റ് മഞ്ഞൾ കൊണ്ട് ഇട്ട് കൊടുത്തു. പിന്നെ മണ്ണിടല്ലേ വേണ്ടുള്ളൂ. പണിക്കാർ വന്നാൽ ഞാനും ഒപ്പം കൂടിട്ടോ. കാരണം എന്താ വെച്ചാൽ വളപ്പിൽ കണ്ണി കണ്ടതൊക്കെ കുഴിച്ചിട്ടുണ്ടാകും. അപ്പം നമ്മളും ഒപ്പം നടക്കണം, അല്ലെങ്കിൽ അവർക്കറിയില്ലല്ലോ എന്തൊക്കെയുള്ളതെന്ന്. അങ്ങനെ 4-5 ദിവസം പണിയെടുത്തു. ഇതിപ്പോൾ ആദ്യത്തെ ദിവസം കേട്ടോ. അങ്ങനെ 3-4 ബക്കറ്റ് മഞ്ഞളിന് കൊണ്ടിട്ടു. പിന്നെ വാഴക്ക് ഇട്ട് കൊടുത്തു കമ്പോസ്റ്റ്. പിന്നെ അവിടെയൊക്കെ പൊന്തയിൽ കുരുമുളക് വീണ് കിടക്കണ, നിലത്ത് കൂടെ പടർന്ന് കിടക്കുക. അപ്പം ഞാനെന്ത് കെട്ടി, എന്താ പറയുക, അതും കെട്ടി അതിൻ്റെ ഇടയിൽ കൂടെ. കാരണം വീണ് കിടക്കണത് കഴിയുമ്പോൾ കെട്ടിക്കൊടുത്താലേ പടരുള്ളൂ. ഞാൻ കുരുമുളക് വെള്ളി കെട്ടാൻ സാരി എടുക്കുക കേട്ടോ. സാരികൾ പോളിസ്റ്റർ സാരി, കോട്ടൺ സാരി ഒക്കെ എടുത്തേക്കും. എന്നിട്ട് അത് നീളത്തിൽ കീറിയിട്ട് അത് കഴുകുമ്പോൾ വള്ളി പിടിച്ച് കെട്ടിക്കൊടുക്കുകയും ചെയ്യുക. കുരുമുളക് വള്ളി കഴുങ്ങിൽ പിടിച്ച് കെട്ടിക്കൊടുക്കണം, എന്നാലാണ് അത് ഇങ്ങനെ നീളത്തിൽ വളരുള്ളൂ. കാട് കാരണം ഞാൻ വളപ്പിലേക്കൊന്നും ഇറങ്ങാറില്ല. ഇപ്പോൾ പണിക്കാരൻ വന്നപ്പോഴാണ് ഇറങ്ങണത്. അപ്പോൾ കുരുമുളക് വള്ളികളൊക്കെ നിലത്ത് കൂടെ കിടക്കുക, അപ്പോൾ അതും കെട്ടിക്കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇതേപോലുള്ള വീഡിയോയുമായി അടുത്ത വീഡിയോ ഞാൻ വരാം. എല്ലാവരോടും ബായ്.